നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെതിരെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. ഏറ്റവും ഒടുക്കം മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടുകൂടി CJPയുടെ സമരവും അവസാനിച്ചു. എന്നാൽ പൊതുബോധവും സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിച്ച് മറ്റൊരു തരത്തിൽ കൂടി മാതൃകയാവുകയാണ് രാജ്യത്തെ ഈ യുവതലമുറ. കേന്ദ്ര ഭരണകൂടത്തിന്റെ ഹൃദയഭൂമിയായ ല്യൂട്ടൻസ് ഡൽഹിയിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്നതോടെ കടുത്ത മാലിന്യ പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സ്ഥാപിച്ച കൂറ്റൻ ബാരിക്കേഡുകൾ കാരണം ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിലിന്റെ വലിയ മാലിന്യ ശേഖരണ ട്രക്കുകൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാനും സാധിച്ചിരുന്നില്ല. വലിയ പ്രതിസന്ധിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കോർപ്പറേഷന്റെ ജീവനക്കാർ. എന്നാൽ പോലീസിനെയും മുനിസിപ്പൽ അധികൃതരെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾ തന്നെ ശുചീകരണ ചുമതല ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ജന്തർ മന്ദിറിൽ സാക്ഷ്യം വഹിച്ചത്. യാതൊരുവിധ ഔദ്യോഗിക നിർദ്ദേശവുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം കയ്യിൽ ചൂലും ഗ്ലൗസും വലിയ വേസ്റ്റ് ബാഗുകളുമായി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾ റോഡുകൾ അടിച്ചുവാരി വൃത്തിയാക്കി. മുൻനിര രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങൾക്ക് ശേഷം തെരുവുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണ മാലിന്യങ്ങളും ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിരം കാഴ്ചക്കാരിൽ നിന്നും വേറിട്ട അനുഭവമാണ് ഇവിടെ സമ്മാനിച്ചത്. പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണ പാക്കറ്റുകളും പോസ്റ്ററുകളും ശേഖരിച്ച് ചാക്കുകളിലാക്കി മാറ്റാൻ ഇവർ മണിക്കൂറുകളോളം അധ്വാനിച്ചു. ഈ ജനകീയ ശുചീകരണത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ പ്രശംസയാണ് ജൻസി പ്രക്ഷോഭകർക്ക് ലഭിക്കുന്നത്. സമരത്തിന്റെ ആശയത്തോടൊപ്പം തന്നെ തങ്ങൾ ഉപയോഗിക്കുന്ന പൊതുവിടത്തിന്റെ ശുചിത്വവും പ്രധാനമാണെന്ന വലിയ സന്ദേശമാണ് ഈ ചെറുപ്പക്കാർ ഭരണാധികാരികൾക്ക് നൽകുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ പൂർണ്ണമായും ഒഴിവാക്കി ത്രിവർണ്ണ പതാക മാത്രം കൈലേന്തിയാണ് ഇവരുടെ വേറിട്ട പോരാട്ടവും. ബാരിക്കേഡുകൾ കാരണം വലിയ വാഹനങ്ങൾ വരാൻ സാധിക്കാത്തതിനാൽ വിദ്യാർത്ഥികൾ ശേഖരിച്ചു വയ്ക്കുന്ന മാലിന്യങ്ങൾ ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി പുറത്തെത്തിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ കോർപ്പറേഷൻ ജീവനക്കാർ. എന്തായാലും അനീതിക്കെതിരെ തെരുവിൽ ഉറച്ച ശബ്ദം ഉയർത്തുമ്പോഴും കൃത്യമായ പൗരബോധവും ഉത്തരവാദിത്വവും കൈവിടാത്ത ഈ പുതിയകാല സമരം രാജ്യത്തിന് എന്തായാലും വലിയ പാഠമായി മാറിയിട്ടുണ്ട്. ജന്തർ മന്ദറിന് ചുറ്റും ദൃശ്യമായ കരുണയുടെയും കരുതലിന്റെയും ഒക്കെ വലിയൊരു ഏട് തന്നെയുണ്ട്. ശുചീകരണ പ്രവർത്തനം മാത്രമായിരുന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിലെ കഠിനമായ ഉഷ്ണകാലമാണിത്. ഈ കഠിനമായ ഉഷ്ണത്തെ നേരിടാൻ സന്നദ്ധ പ്രവർത്തകർ ദിവസം മുഴുവനും പരസ്പരം സഹായിക്കുന്നൊരു കാഴ്ചയെ നമ്മൾ കണ്ടു. പങ്കെടുത്തവർക്ക് മുള കൊണ്ടുണ്ടാക്കി വിശറികൾ വിതരണം ചെയ്തു. കുടിവെള്ളവും ഭക്ഷണവും പരസ്പരം പങ്കുവച്ചു. പ്രദേശവാസികൾ ആവശ്യമുള്ളപ്പോൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതിനായി തങ്ങളുടെ വീടുകളുടെ വാതിലുകൾ അവരുടെ ബാത്റൂമൊക്കെ തുറന്നു കൊടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം പ്രവൃത്തികൾ വലിയ വാർത്താ തലക്കെട്ടുകൾ ഒന്നും ആകാറില്ലെങ്കിലും ഇവയെല്ലാം ചേർന്ന കൂടിച്ചേരലിന്റെ മനോഹരമായ മറ്റൊരു വശവും കൂടി വെളിപ്പെടുത്തപ്പെട്ടു. സഹകരണത്തിലും അനുഭാവത്തിലും അപരിചിതരെ പോലും കരുതുന്നതിലും അധിഷ്ഠിതമായ ഒരു വശമാണിത്. തൊട്ടടുത്ത ദിവസം രാവിലെ ആ വേദി ശുചിയാക്കിയത് എന്തായാലും വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴും ആ മാതൃക അവരവിടെ തുടരുകയാണ്. എന്തായാലും വളരെ മനോഹരമായി, വളരെയധികം സിവിക് സെൻസ് എന്ന് വേണം പറയാൻ, പൗരബോധത്തോടുകൂടി കൃത്യമായ രീതിയിൽ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രതിഷേധ രീതി അതെന്തായാലും കൊടിപിടിച്ച രാഷ്ട്രീയക്കാർക്കൊക്കെ തന്നെ വലിയ മാതൃകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു സമരമൊക്കെ നടത്തിപ്പോയതിനു ശേഷം ആ പരിസരത്തേക്ക് ചെന്നാൽ അറിയാം എത്രയോ വൃത്തികേടാക്കിയിട്ടാണ് പോകുന്നതെന്ന്. എന്തായാലും ജൻസി അങ്ങനെയല്ല, അവർക്ക് പൊതുബോധമുണ്ട്, പൊതുവിടം എങ്ങനെ സംരക്ഷിക്കണമെന്ന ബോധ്യവുമുണ്ട്.